الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله. അത് 23 ക്യാമറ നമ്മുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പള്ളി പരിസരവുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് 23 ക്യാമറ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കമ്മീഷനിങ് എന്ന് കഴിയുന്നത് നമ്മൾ ചെക്ക് ചെയ്തെടുത്തു. അതോടൊപ്പം പള്ളിയുടെ 2 സൈഡിലുമുള്ള പള്ളിക്കാടിന്റെ എല്ലാ മൂലയിലും നമുക്കില്ല നല്ലൊരു റാഹത്തായിട്ട് തന്നെ അത് നമുക്ക് നിറവേറ്റാൻ പറ്റി. നമ്മൾ വിചാരിച്ചതിനേക്കാൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ സംഖ്യ ആയതിനാൽ തന്നെ അത്രയും തുക നമ്മൾ തിരിച്ചെടുക്കുകയും അതിനുവേണ്ടി അഹോരാത്രം വർക്ക് ചെയ്ത നമ്മുടെ പള്ളി കമ്മിറ്റി, സബ് കമ്മിറ്റിയും പള്ളി കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ഗൾഫ് കമ്മിറ്റികളും പ്രധാനമായിട്ട് എല്ലാവരും ഗവൺമെന്റ് ഇതിലുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇന്ന് ദ്വാ മജ്‌ലിസാണ്. എല്ലാവരും ഇതിൽ പങ്കെടുത്തതിനുള്ള സന്തോഷം. നമ്മുടെ അനുമോദന സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പഠനത്തിൽ അതിനെ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഉദ്ഘാടകനായി നമ്മുടെ മഹല്ല് ജനറൽ സെക്രട്ടറി KV അബ്ദുൽ അസീസ് സാഹിബ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്ത് നമ്മുടെ ദുആ മജ്‌ലിസ്, അതോടൊപ്പം അനുമോദന ക്ലാസ്, അതുപോലെ നമ്മുടെ മുഖ്യ വിഷയങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പള്ളി ഉസ്താദ് ജനാബ് ഷിഹാബ് ബാക്കവി അവர்களാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദരണീയനായ നമ്മുടെ മഹല്ല ഖത്തീബ് ഉസ്താദ് ഷിഹാബ് ബാക്കവി അൽവാരിസി കാങ്കൂർ അവരുടെ, മഹല്ല് ജനറൽ സെക്രട്ടറി KV അബ്ദുൽ അസീസ്, ജോയിന്റ് സെക്രട്ടറി AP മുഹമ്മദ് ഷരീഫ്, വൈസ് പ്രസിഡന്റ് MV നസ്രുൽ സാഹിബ്, സബ് കമ്മിറ്റി ചെയർമാൻ MV അബ്ദുൽ ജലീൽ, MVP മുസഹാദി, മറ്റു മഹല്ല് ഭാരവാഹികൾ, മെമ്പർമാർ, സബ് കമ്മിറ്റി മെമ്പർമാർ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കമ്മിറ്റി നടത്തിയ നമ്മുടെ ഖബർസ്ഥാനിന്റെ ചുറ്റുമതിലിന്റെ നിർമ്മാണം അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടെ തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, റാങ്ങാട് മഹല്ല് പ്രസിഡന്റ് MV അബ്ദുൽ ലത്തീഫ് അവർ, ഇവിടെ ദുആക്ക് ആമുഖം നൽകുന്ന ഉസ്താദ് ഷിഹാബ് ബാക്കവി കാങ്കൂർ അവർ, വൈസ് പ്രസിഡന്റ് MV അഷ്റഫ്, ജോയിന്റ് സെക്രട്ടറി ട്രഷറർ KV സുലൈമാൻ ഹാജി, നമ്മുടെ സബ് കമ്മിറ്റി ചെയർമാൻ MV അബ്ദുൽ ജലീൽ സാഹിബ്, കൺവീനർ MVT മൂസ ഹാജി, ഉസ്താദന്മാർ, ഇവിടെ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശദീകരിക്കുന്നില്ല. പുരസ്കാര വിതരണമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ചുറ്റുമതിലിൻ്റെ നിർമ്മാണത്തിൽ നേതൃത്വം വഹിച്ച ബഹുമാനനായ ഹാസിം സാഹിബിന്
ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൻ്റെ വകയായി നൽകുന്ന പുരസ്കാരം നൽകുന്നത് മഹൽ പ്രസിഡന്റ് നബി അബ്ദുൽ ലത്തീഫ് ഹാജി അവറുകളാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഖാസിം സാഹിബിനെ ക്ഷണിക്കുക. അതുപോലെ നിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ നിന്ന് എല്ലാ നിലയിലും അതിനോട് സഹകരിച്ച പ്രിയപ്പെട്ട സോമനവർക്ക് ഉപകാരം നൽകുന്നു. ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൽ അസീസ് സാർ. അഫ്ദലുൽ ഉലമ പാസ്സായ സുമയ്യ എസ് എന്ന വിദ്യാർത്ഥിനിക്ക് മെമന്റോ നൽകുന്നത് ബഹുമാന്യനായ മുഹല്ല ഖത്തീബ് ശിഹാബ് ബാക്കവി ഉസ്താദാണ്. അതിനുവേണ്ടി ഉസ്താദിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുമയ്യയെയും ക്ഷണിക്കും. സുമയ്യ എന്നവർക്ക് ഒരു ക്യാഷ് അവാർഡ് ഒരു സഹോദരൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നൽകുന്നതിന് അബൂബക്കർ ഉസ്താദ് അവരെ ക്ഷണിച്ചു കൊടുക്കുന്നു. നൽകുന്നത് നബി അഷ്റഫ് സാഹിബാണ്. ഏറ്റുവാങ്ങുന്നതിന് ആദിൽ ബാബിനെയും നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായ നബി അഷ്റഫ് സാഹിബിനെയും ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഷരീഫ് മാസ്റ്ററാണ്. നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അബ്ദുൽ ബാബുവിനെയും ക്ഷണിക്കുന്നു. ബഹുമാന്യനായ മഹൽ പ്രസിഡന്റ് നബി അബ്ദുൽ ലത്തീഫ് ഹാജി അവറുകളാണ്. MVT മൂസ ഹാജി അവറുകളാണ്. നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായ മൂസ ഹാജിയെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് ഇസ്ഹാഖിനെയും ക്ഷണിക്കുന്നു. നൽകുന്നത് കെ വി സുലൈമാൻ ഹാജി. നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നൂറ. ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. നൂറയില്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ബഷീർ. ഏറ്റുവാങ്ങുവാൻ ദൻഹാക്ക് ബഷീറിനെയും നൽകുന്നതിന് ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് ഹാജി അവറുകളെയും ക്ഷണിക്കുന്നു. ഫുൾ A+ വാങ്ങിയ ഫർഹാന എന്ന വിദ്യാർത്ഥിനിക്ക് ഉപഹാരം നൽകുന്നു. ബഹുമാന്യനായ നബി അബ്ദുൽ ജലീൽ സാഹിബാണ്. അത് നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫർഹാനയും ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ആ കുട്ടിക്ക് തന്നെ ക്യാഷ് അവാർഡ് മർഹൂം MV അബ്ദുറഹ്മാൻ കുട്ടി മെമ്മോറിയൽ ക്യാഷ് അവാർഡും നൽകുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف وعلى آله وصحبه أجمعين. أما بعد. اللهم صل على سيدنا محمد وعلى صدري ويسر لي أمري
واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم ഈ വഞ്ചനാത്മകാം ഭൂമിയിലെന്തിനു സ്വർഗീയ ഗേഹം പണിയുന്നു സോദര പുലർച്ചയിൽ പുഷ്പിച്ച പുഷ്പത്തിൻ ഗതിയെന്ത് ഓർക്കുനീ സോദരാസന്ധിയിൽ പാതുകം പാദത്തിനോടത്രയുമാ ബന്ധമാ നത്രയുമില്ല ജീവിതം നിൻ ഭൂമിയിൽ. സർവാദരണീയരായ മുഅ്മിൻ മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട മാട്ടുമ്പൽ മഹല്ലിലെ നിവാസികളെ, അതിലുപരി ഇവിടെ ആദരവേറ്റുവാങ്ങിയ കാസിംകയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ സോമേട്ടനും അവരെ കൂടെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, മക്കൾ, രക്ഷിതാക്കൾ, അല്ലാഹു നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വലിയൊരു സന്തോഷത്തിൻ്റെ വേളയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. വിശുദ്ധമായ ഹജ്ജാജിമാർ മിനയിൽ രാപ്പാർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാത്രി ഹജ്ജാജിമാർ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മക്കയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള അറഫ മൈതാനം 18 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള അതിനെ സഹായിച്ചിട്ട് അവരുടെ ഓരോ സദഖകളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ വലിയ പ്രാർത്ഥന അതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ പുസ്തകങ്ങൾക്ക് ബന്ധപ്പെട്ട മതി, നമ്മൾ 10-11 വർഷം കിതാബ് ഓതുമ്പോൾ ഗോളശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ജോമെട്രിയൊക്കെ വെച്ചിരുന്ന് പഠിച്ചവർ തന്നെയാണ്. ഫലക്കുകളെ കുറിച്ച്, അതിന്റെ മുജറബാത്തുകളെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒക്കെ എഞ്ചിനീയർ ആവട്ടെ, ജിയോളജി ആവട്ടെ, ഏത് വിഷയമാവട്ടെ, അതൊക്കെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്. മക്കൾക്ക് നാം വിദ്യാഭ്യാസം കൊടുക്കണം, നന്നായിട്ട് നാം അവരെ പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ നാം തല മറന്നൊരിക്കലും വെണ്ണതേക്കരുത്. നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന ഒരു മക്കളെ ആ രൂപത്തിലായിരിക്കണം വളർത്തേണ്ടത്. ഒരുപാട് രോഗികളുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്. നമുക്കറിയാം, ബദറൂക്ക ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറിയ ആക്സിഡന്റ് പറ്റി. ജഹാംഗീർ ഓപ്പറേഷൻ കഴിഞ്ഞ് തൽക്കാലം ആരും സന്ദർശിക്കാൻ ചെല്ലണ്ട എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അല്ലാഹു പരിപൂർണ്ണ ശിഫ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഹംസക്ക ഒന്ന് നമുക്കറിയാം, വീട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ശരിയായി വരുന്നുണ്ട്. പ്രിയപ്പെട്ട ആഷിഫ്, അൽഹംദുലില്ലാ, കുട്ടി കാണാൻ പോയവർ പറഞ്ഞാണ് 6 മാസത്തിന് ശേഷം തന്റെ കാലൊന്ന് പൊക്കാൻ പറ്റിയ, നമ്മളെ പോലെയുള്ള മജ്ജയും രക്തവുമുള്ള 28-30 പ്രായമുള്ള ചെറുപ്പക്കാരനാണ്. 6 മാസം ഒന്ന് കിടന്നിട്ട് അദ്ദേഹം അച്ഛനോട് കാലനക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവൻ കാലെടുത്തിട്ട് ആ കിടക്കുന്ന കട്ടിലിങ്ങനെ അമർത്തി ചവിട്ടിയത് അവന്റെ സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ നേട്ടം നിങ്ങൾക്കാണ്. അള്ളാഹു നിങ്ങളെ സ്വതകളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ഇങ്ങനെ പലരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെട്ട് കിടക്കുന്നവർ. ഇന്നലെ രാത്രി
എന്റെ സഹോദരിയുടെ ഭർത്താവ് വീണ് മംഗലാപുരം ക്യാമ്പസിലുള്ളത് 9 സ്റ്റിച്ചാണ് പിന്നിലിട്ടിരിക്കുന്നത്, നടുവിലും നല്ല പരിക്കുന്നത്. അപ്പൊ എളുപ്പം ശിഫ അല്ലാഹു കൊടുക്കട്ടെ. ഇങ്ങനെ പലരും പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവർക്കൊക്കെ വേണ്ടി നാം ദുആ ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരും. അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഈ സദസ്സ് സംഘടിപ്പിച്ചത്. മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് മുൻകാല പ്രവർത്തകരുണ്ട്, ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച, ഈ മദ്രസയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച. ഇതിനൊക്കെ കാരണക്കാരവരാണല്ലോ. നിങ്ങൾക്ക് നല്ല സുഖമായ റെയിൽ കിട്ടി മാത്രം നന്നായിട്ട് പഠിക്കണം, എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ആദ എന്ന ലഫ്ദ് ഉപയോഗിച്ച സ്ഥലത്തൊക്കെ അഭയം തേടലാണ്, രക്ഷ തേടലാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്ന ഞാൻ കാവൽ തേടുന്നു. റബ്ബ് തന്ന അനുഗ്രഹം നോക്കിയേ. നമുക്കെന്താ കയ്യിനോ കാലിനോ ഒരു പ്രശ്നം അല്ലാഹു നൽകിയിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുമുമ്പിൽ, നമ്മുടെ ചുറ്റുഭാഗത്ത് ക്യാൻസർ പിടിച്ച് കിടക്കുന്നവരുണ്ടാകാം. നമ്മുടെ ചുറ്റുഭാഗത്ത് മാരകമായ രോഗങ്ങൾ ബാധിച്ച് ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്, വെന്റിലേറ്റർ കഴിയുന്നവരുണ്ട്, ശരീരം പൂർണ്ണമായും തളർന്ന് അനങ്ങാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട്, മൂക്കിലൂടെയും കഴുത്തിലൂടെയൊക്കെ പൈപ്പിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, ശരീരം മുഴുവൻ ചൊറി ബാധിച്ചിട്ട് ശാരീരികമായിട്ടും മാനസികമായി തളർന്നവരുണ്ട്. അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തിയില്ല. അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ എന്നുള്ളത്. ആ ഈമാൻ, അതുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു സത്യവിശ്വാസി പേടിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പേടിക്കേണ്ടത്, അവന്റെ ഈമാൻ എപ്പോഴാണ് ഊരിപ്പോകുക എന്ന് സദാ ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരട്ടെ. ആ ഈമാൻ ഒരു അനുഗ്രഹമാണ്. എല്ലാ അനുഗ്രഹങ്ങളും, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ ജോലി ഒക്കെ അനുഗ്രഹമാണ്. നമ്മുടെ ശ്വസനം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം ഒക്കെ റബ്ബിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് പടച്ചോനെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, പടച്ചോനെ, ഈ തന്ന അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഒന്നാമത്തെ ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക, പടച്ചോനെ, ആരോഗ്യം നഷ്ടപ്പെടുന്നതിൽ ഞാൻ കാവൽ തേടുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സലിൽ ആഫിയ, ഞാൻ എല്ലാ ദുആയിലും പരമാവധി ഉൾപ്പെടും. ഒരുപക്ഷെ കേട്ടിട്ട് ഇയാൾക്ക് ഇത് മാത്രം അറിയുമെന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അത് ഭയങ്കര ദുആയാണത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയ, പടച്ചോനെ, ആരോഗ്യം തരണേ അല്ലാഹ്. ഞാൻ ഇപ്പൊ പറയാല്ലേ, ചുമരുണ്ടായാലും ചിത്രം വരയ്ക്കാൻ പറ്റൂലോ, കല്ലുണ്ടായാലും വിഗ്രഹം റാഹത്തായി നിസ്കരിക്കാൻ പറ്റൂലോ. ഒരു തലവേദന നോക്കിയേ, നമുക്ക് നിസ്കരിക്കാൻ പെട്ടെന്ന് നിസ്കരിച്ച് നമ്മൾ എന്താവും, ഒഴിവാക്കി തീർക്കും. അതുകൊണ്ട് എപ്പോഴും ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക, ആരോഗ്യം നഷ്ടപ്പെടുന്നതിൽ നിന്ന്. ഇങ്ങനെ അംസക്കന്റെ അവസ്ഥ എന്തായിരുന്നു? സുബഹി നിസ്കരിച്ച് ജമാഅത്തിൽ കൂടി അംസക്ക ഇറങ്ങിയിട്ട് 7 മണിക്ക് 7:30 തന്റെ മകനെ പേരക്കുട്ടിയ മദ്രസയിലേക്ക് ആക്കാൻ വേണ്ടി വന്ന സമയത്ത് ആ ഡോർ ഗേറ്റിലെടുക്കത്തി വല്ലാത്തൊരു കാലുവേദന. ഇത് കാലുവേദന കഴിഞ്ഞിട്ട് അനങ്ങാൻ പറ്റുന്നില്ല, പിന്നെ കാലിന് ഉറപ്പ് കിട്ടുന്നില്ല. അൽഹംദുലില്ലാഹ്, ലോകം കണ്ടുപിടിച്ചത് കൊണ്ട് ഇഞ്ചക്ഷൻ അടിച്ച് അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പെട്ടെന്നാണ് മനുഷ്യർ സംഭവിക്കുക. രാത്രി കടന്നവർ രാവിലത്തേക്ക് എഴുന്നേൽക്കുന്നില്ല, ആഫിയത്ത് നഷ്ടപ്പെടുക, തളർന്നു പോവുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ മരിക്കുന്നത് വരെ മറ്റുള്ളവർക്ക് ഭാരമാകാത്ത രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടുന്ന കാവൽ തേടണം. 2, മൂന്നാമത്തത് വഫുജാഅതി നിഖമതിക, പെട്ടെന്ന് വരുന്ന ദുരന്തങ്ങളിൽ നിന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ പലതും സംഭവിച്ചു പോവുക. ഇപ്പൊ നമ്മൾ ഈ ഒരു മാസമായിട്ട് പ്രതീക്ഷിക്കാത്ത വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വരിക, പെട്ടെന്ന് ഇന്ന് കണ്ട ആളെ നാളെ കാണുന്നില്ല. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒന്നും മഴയില്ലാത്ത സമയത്ത് കാണാം ഗൾഫിൽ അതിതീവ്രമായ മഴ. പെരുന്നാളിന്റെ സമയത്ത് എന്താ അറിയോ, ആകെ കഷ്ടപ്പെട്ട് വെള്ളം കയറിയ പലരുമുണ്ട്. പല ഭാഗം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും പലതും പ്രയാസപ്പെട്ടവരുണ്ട്. പല നിലക്കുണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ദ്വാരക്കുണ്ട്, പെട്ടെന്നുള്ള ദുരന്തങ്ങളിൽ നിന്ന്,
പടച്ചോന്റെ എല്ലാ വിധത്തിലുള്ള കോപത്തിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. നല്ല ദുആയാണിത്, എല്ലാം ഉൾക്കൊണ്ടു. അതേപോലെ വേറെ ദുആയുണ്ട്, നിസ്കാരത്തിന്റെ 2 സുജൂദിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ദുആ. നമ്മൾ ഒരുപക്ഷെ സ്പീഡിൽ ചെയ്ത് വിശേഷിക്കാം, അത് ഭയങ്കര ദുആയാണ്. ആ നിസ്കാരത്തിന്റെ എല്ലാം അടങ്ങിയൊരു ദുആയാണ് ആ സുജൂദിന്റെ ഇടയിൽ ഇത്തരത്തിൽ ചെയ്യുന്ന ദുആ. അതൊക്കെ അർത്ഥം പറഞ്ഞ് ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നൊരു ദുആ നമ്മൾ പഠിച്ചു നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. അറിയാത്തവർക്ക് എഴുതണം, അത് പഠിക്കണം. എന്നിട്ട് എപ്പോഴും ദുആ ചെയ്യണം. പടച്ചോനെ, അറബിയിൽ അറിയില്ലെങ്കിൽ മലയാളത്തിൽ ദുആ മതി. പടച്ചോനെ, ഈ ഭാഷ പ്രശ്നമല്ല, ദുആന്റെ മര്യാദയായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് മാത്രം അറബിയിൽ ഉണ്ടായാൽ മതി. അത് ദുആന്റെ മര്യാദയാണ്. ദുആ സ്വീകരിക്കാൻ കുറെ നിയമങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ഹംദ് ഉണ്ടായിരിക്കുക, സ്വലാത്ത് ഉണ്ടായിരിക്കുക. അത് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ലല്ലോ. അവിടെ ഹംദും സ്വലാത്തും പറഞ്ഞിട്ട് പച്ച മലയാളത്തിൽ ഏത് ഭാഷയാണോ നിങ്ങൾ ദുആ ചെയ്തോളി, അല്ലാഹു ഉത്തരം നൽകും. നല്ലോണം ദുആ ചെയ്യുക. നമ്മുടെ ജോലിയില്, നമ്മുടെ മക്കളില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വീടില്, നമ്മുടെ വാഹനത്തില്, നമ്മുടെ മഹലിന് വേണ്ടി, നമ്മുടെ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മലക്കിനെ നിശ്ചയിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്നത്തെ ഈ പ്രാർത്ഥന മജ്‌ലിസ് സംഘടിപ്പിച്ചതിന്റെ ഫലമായിട്ട് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരു മലക്കിനെ നിശ്ചയിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരാളും ടെൻഷൻ അടിക്കേണ്ട, സങ്കടപ്പെടേണ്ട. വേണ്ടി, നമ്മുടെ മഹലിലെ മുൻഗാമികൾക്ക് വേണ്ടി, നമ്മുടെ ഉസ്താദന്മാർക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാരന് വേണ്ടി, നമ്മുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് നമ്മൾ സംഭവിച്ച് ഈ സംഗമം അല്ലാഹു പൊരുത്തപ്പെടും. അല്ലാഹു പൊരുത്തപ്പെട്ട സംഘമായിട്ട് ഇതൊക്കെ ഇഖ്ലാസുള്ള പ്രവർത്തനമായി അല്ലാഹു കബൂലാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ദുആ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. എന്നിട്ട് റബ്ബിനെ ദുആ ചെയ്യണം. പിന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ നല്ലോണം ദുആ ചെയ്യുക. പിന്നെ നാളെയും മറ്റന്നാളൊക്കെ നന്നായി ദുആ ചെയ്യുന്ന ഒരു ദുആ എന്നുള്ളത് സുബ്ഹാന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായിട്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണത്. നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 11 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് 11 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അവരവർ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കാൻ. ഇന്നിപ്പോ ഒരു പ്രവാസ ലോകത്തുള്ള ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിരുന്നു, ജോലി ശരിയായിട്ടില്ല, 5-6 മാസം നാട്ടിൽ നിന്നും ഒക്കെയായി പോയി ഒരു ഇന്റർവ്യൂ ഇന്നലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഉസ്താദെ, നിങ്ങളെ ഇവിടുത്തെ നാട്ടുകാരെ നമുക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ അദ്ദേഹത്തിന്റെ വോയിസ് തന്നെ ഇരിപ്പുണ്ട്. ഒരുമിച്ച് കൂടിയ മജ്‌ലിസ് കഴിയുമ്പോഴേക്കും എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് വോയിസ് അയക്കുന്നത്. അദ്ദേഹം അയച്ചത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. നമ്മുടെ ദുആ പ്രതീക്ഷകൾ ഇന്നത്തെ പ്രവാസ ലോകത്തുള്ള പലരുമുണ്ട്. ജോലിയില്ലാതെ സാമ്പത്തികമായി നമ്മൾ കാണുന്നത് പോലെയൊന്നല്ല, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ പ്രവാസ ലോകത്തിലെ സുഹൃത്തുക്കൾ. ബിസിനസ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അവരെ കണ്ട നമ്മൾ കാണുന്ന മോഡിഫൈൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം സമ്മതിക്കണം, കേരളത്തിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല മുതൽ ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് പള്ളികളും മദ്രസകളും ഒക്കെ നടത്തുന്നത് ബഹുഭൂരിഭാഗവും പ്രവാസ ലോകത്തുള്ള സുഹൃത്തുക്കളും നാട്ടിലുള്ള നമ്മളെ പോലെയുള്ള അകമഴിഞ്ഞ് നിങ്ങളെ പോലെയുള്ള സഹായിക്കുന്ന സഹോദരങ്ങളുമാണ്. അവർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കണം. അവർക്ക് ബറക്കത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ഇതൊക്കെ നടന്നു പോവുക. ജസ്റ്റ് നടന്നു പോകുന്നത് എന്നൊരു വിഷയം പറഞ്ഞ് നമുക്കൊരു സഹായം മുക്കമ്മലായി 7ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ല സ്നേഹത്തിലും ഒരുവില നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാഹു ഈ ബന്ധം അവന്റെ പൊരുത്തത്തിലുള്ള ബന്ധമായി അല്ലാഹു തീർക്കട്ടെ. സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു കാരണമാക്കട്ടെ. എന്താവശ്യം പറഞ്ഞ് എന്ത് പ്രയാസം ഉണ്ടായാലും ഒരു സുഹൃത്തിന്റെ ആവശ്യം വന്നാൽ അവനെ സഹായിക്കാൻ ഒന്നിച്ചു നിൽക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. മറ്റെന്തുണ്ടായാലും പറയേണ്ടത് കൃത്യമായി പറയേണ്ട സ്ഥലങ്ങളിൽ പറയുക. അങ്ങനെയൊക്കെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന, പരിസരത്തും പരിസര പ്രദേശങ്ങളും ഇല്ലാത്ത, ഒച്ചപ്പാടുകളൊന്നും ഇല്ലാതെ നല്ല ശാന്തമായ നിലക്ക് പോകുന്ന എല്ലാത്തിലും ഞാൻ വളരെ എന്റെ ഇതര മതസ്ഥർ ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവാം. ഞാൻ പറയാണ്, അവർ വളരെ ബഹുമാനത്തോട് കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട മസ്ജിദ്. ഞാനൊരു കാര്യം ബഹുമാനം പറയാം, ഈ പള്ളിക്ക് ഇത്ര പവർ എന്നുള്ളത് ഈ പള്ളി നിങ്ങൾ പൊളിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ആ പവർ അല്ലാഹു നിലനിർത്തിത്തരും. കാരണം മഹല്ലൻ ഹലാലാണ് ഈ പള്ളി നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. 400 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നാണ് ഇതിന്റെ ചരിത്രം പറയുന്നത്. പുതിയ പള്ളി കുഴപ്പമൊന്നുമല്ല.
പുതിയ പള്ളി ഉണ്ടാകുന്ന പൈസകളൊക്കെ നമുക്കറിയാം ഏതാനും ശുഭഹത്ത ഉറപ്പായിരിക്കാം. അത്രയും മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സൗകര്യങ്ങൾ വേണ്ടെന്നല്ല, മറിച്ച് ഇത് മഹ്ലൻ ഹലാലാണ് എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങളെ പൂർവികർ അവർ ആത്മാർത്ഥമായി അധ്വാനിച്ചിട്ട് പല നിലക്ക് കെട്ടിപ്പടുത്ത ഒരു മസ്ജിദ് ഇന്നും കട്ടയാണല്ലോ, ആ മസ്ജിദാണത്. അതിന്റെ ബർക്കത്തും അതിന്റെ ഒരുപാട് ദിക്റുകൾ ചെല്ലുന്ന, നിങ്ങൾ എന്താ വിചാരിച്ചത് ഉമ്മാനെ എല്ലാ ആഴ്ചയിലും ദിക്റുകൾ നിങ്ങൾ പങ്കെടുക്കുന്നില്ല എങ്കിലും സഹോദരൻ പങ്കെടുക്കുന്നില്ല എങ്കിലും എല്ലാ ഞായറാഴ്ചകളും ദിക്ർ, എല്ലാ 17 അസ്മാഉൽ ബദർ എല്ലാം നഷ്ടപ്പെടുത്തി കളയരുത്. നന്നായിട്ട് ദുആ ചെയ്യണം. കൂട്ടത്തിൽ മദ്രസ പ്രസ്ഥാനത്തെ നന്നായിട്ട് ശക്തിപ്പെടുത്തേണ്ടത് എന്റെ മകൻ ചുരുങ്ങിയത് ഒരു +2 എങ്കിലും പഠിച്ച മകനാണെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾ വെച്ചാൽ മതി. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ട്യൂഷന്റെ ടൈമും ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പ്രിയപ്പെട്ട ഉസ്താദന്മാര് അവര് ചെയ്യുന്ന പടാപ്പാട് കാണുമ്പോ ഞാൻ ചിന്തിക്കാണ്ട്, എനിക്ക് മദ്രസ അത്ര പരിചയമില്ലാത്തതാണ്, അപ്പോ പടാപ്പാട് കാണാറുണ്ട്. അവർ 1 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം ഉരുട്ടി വലിച്ച് ഇങ്ങനെ കൊടുക്കണ്ടേ. അവർ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ചുകൂടി നമുക്ക് കുട്ടികൾ ഉണ്ടാവും, എളുപ്പമാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ പഠിക്കണമെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഇത് പഠിച്ചത് ഒരിക്കലും നഷ്ടമാകില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറ്റ ഹദീസ് ഇങ്ങനെയാണ്: ഏട്ടൻ അനുജനെ കുറിച്ച് പരാതി പറഞ്ഞ വീണ്ടെടുക്കൽ. അനിയൻ എപ്പോഴും നോക്കിയ മദീനത്തെ പള്ളിയിലെ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിൽ മാത്രമായിരിക്കുക. അപ്പൊ ഏട്ടൻ പോയിട്ട് പരാതി പറഞ്ഞു, അനുജൻ എപ്പോഴും നോക്കിയ പഠിക്കാൻ പോകുന്നത് അവനൊന്നും പണിയെടുക്കുന്നില്ല. റസൂൽ പറഞ്ഞു, ലഅല്ലക തുർസഖു ബി, അവൻ പഠിക്കുന്ന ബർക്കത്ത് കൊണ്ടായിരിക്കാം നിനക്ക് അല്ലാഹു ഭക്ഷണം നൽകുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങളുടെ മക്കൾ ഇവിടെ വന്ന് അദബും പഠിക്കുന്ന, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിന് ബർക്കത്ത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ബർക്കത്തിന്റെ ബോധ്യം നമുക്ക് ഉണ്ടാവണം. صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم صل على سيدنا محمد وعلى آل سيدنا وإنا الملك الملوك يا الله ഞങ്ങളെ മജ്‌ലിസിനെ സ്വീകരിക്കണം റഹ്മാനേ. ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശം ഞങ്ങളെക്കാൾ വ്യക്തമായി അറിയുന്നവൻ നീയാണല്ലോ റഹ്മാനേ. ഞങ്ങളെ മജ്‌ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം അല്ലാഹ്. നീ ഖൈബാക്കി മടക്കല്ല അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാർ, കുടുംബക്കാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, വിശിഷ്യായി മജ്‌ലിസിലേക്ക് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാവരെയും ഞങ്ങൾ ദുആയിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ലക്ഷക്കണക്കിന് ഹജ്ജാജിമാര് അറഫയിൽ ഇങ്ങനെ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണല്ലോ റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണം റഹ്മാനേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചുറ്റുമതിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഏതൊക്കെ നിലക്ക് പ്രവർത്തിച്ചിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, എല്ലാവരെയും നീ ഏറ്റെടുക്കണം റഹ്മാനേ. എല്ലാവർക്കും ജാരിയായ സദഖയായി നീ മാറ്റണം റഹ്മാനേ. റസൂലേ, ഖബറിൽ ഉപകരിക്കുന്ന അമലാക്കി കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവിനെ പള്ളി, മദ്രസ, മറ്റ് സംരംഭങ്ങളുമായി സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാഹ്. നിന്റെ ഫലം അവരുടെ ജീവിതത്തിൽ നീ കാണിച്ചു കൊടുക്കണം അല്ലാഹ്. ഒരു ദുരന്ത വാർത്തയും ഞങ്ങളെ നീ കേൾപ്പിക്കല്ല അല്ലാഹ്. നിന്റെ പൂർണ്ണ ഹിഫ്ദ് നൽകണം അല്ലാഹ്. ഹിഫ്ദ് നൽകണം അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ മഹല്ലിൽ എല്ലാവിധ ഖൈറും ബറക്കത്തുകളും നീ നൽകണം റഹ്മാനേ. ഈ മഹല്ലിന് വേണ്ടി പ്രവർത്തിച്ച ഉമറാക്കളുണ്ട്, ഉസ്താദന്മാരുണ്ട്, പലരും മരിച്ചെന്ന് മണ്ണറി. ഈ കാലഘട്ടം വരെയുള്ള എല്ലാവർക്കും നീ ഖൈർ നൽകണം അല്ലാഹ്. അർഹമായ പ്രതിഫലം നീ നൽകണം അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെല്ലാവിധ
റഹ്മത്തും ബറക്കത്തും ഞങ്ങളുടെ മഹലിലുള്ള ഓരോ വീട്ടിലും നീ നൽകണം റഹ്മാനെ. മക്കളെ വിഷയത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, നീ സമാധാനം നൽകണം റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ചെറുപ്പക്കാർക്ക് ജോലി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് നീ വീട് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, കടത്തിൽ കുടുങ്ങി കിടക്കുന്നവർക്ക് കടം വീടാനുള്ള മാർഗം തുറന്നു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് റബ്ബേ. പടച്ചോനെ, ജ്യേഷ്ഠ സഹോദരങ്ങളുണ്ട് റബ്ബേ, ഇങ്ങനെ തിരിച്ചു കിട്ടാനുള്ള മാർഗം നീ തുറന്നു കൊടുക്കണം അല്ലാഹ്. നീ ഖൈറിലാക്കി തരണം അല്ലാഹ്, നീ ഖൈറിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളൊക്കെ നീ സന്തോഷത്തിലാക്കണം അല്ലാഹ്, പരസ്പരം സ്നേഹത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ ദീനീ ബോധമുള്ളവരാക്കണം റഹ്മാനെ. നിസ്കാരം നിലനിർത്തുന്നവരാക്കണം റഹ്മാനെ. നിസ്കാരം ഖളാഅക്കുന്ന ഒരാളെ ഞങ്ങളുടെ കുടുംബത്തിൽ നൽകല്ല റബ്ബേ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ബോധം നീ നൽകണം റഹ്മാനെ. ഏത് പ്രതിസന്ധിയിലും നിസ്കാരം നിലനിർത്തുന്നവരാക്കണം റഹ്മാനെ. ഞങ്ങളെ മുൻഗാമികളുടെ ഉസ്താദന്മാരുണ്ട് പടച്ചോനെ, ഖബർ നീ വിശാലമാക്കി കൊടുക്കണം അല്ലാഹ്. അവരെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണം അല്ലാഹ്. ഇവിടെ പലരുടെയും മാതാപിതാക്കളിന്റെ ഖബറിലാണ് റബ്ബേ, അവരെ ഖബർ നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. ഖബർ വിശാലമാക്കി കൊടുക്കണം അല്ലാഹ്. ആരാരും സഹായിക്കാനില്ലാതെ ഒറ്റക്ക് കിടക്കേണ്ട സ്ഥലമാണ് ഇവിടെ. ഒരാളും കൂട്ടുണ്ടാവില്ല. ചെയ്ത നന്മകൾ, നാം കൊടുത്ത സ്വതന്ത്ര, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, കുടുംബക്കാർ, ഇതല്ലാതെ മറ്റൊന്നുമില്ല. ആരാണോ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അതും നമുക്ക് ലഭിക്കുമല്ലോ പടച്ചോനെ. ഞങ്ങളൊക്കെ ഇങ്ങനെ മരിച്ചു കിടന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സന്താന പരമ്പര നൽകണം അല്ലാഹ്. നൽകിയല്ലോ അല്ലാഹ്, ലക്കൽ ഹംദു പടച്ചോനെ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാഹ്. ഞങ്ങളെ മനസ്സറിയുന്നവൻ നീയാണല്ലോ റബ്ബേ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനറിയാമല്ലോ റബ്ബേ. ഇവിടെ വന്ന ഒരാളെ നീ വെറുതെയാക്കല്ല പടച്ചോനെ, നീ ഏറ്റെടുക്കണം അല്ലാഹ്. എന്ത് പ്രയാസമുണ്ടെങ്കിലും നീ നീക്കി കൊടുക്കണം അല്ലാഹ് റബ്ബേ. എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണം അല്ലാഹ്. നല്ല സമയത്ത്, നല്ല നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വർക്കും നീ തൗഫീഖ് നസീബാക്കണം അല്ലാഹ്. റബ്ബനാ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം റഹ്മാനേ. നേരത്തെ ഇവിടെ വന്ന ഈ സഹോദരങ്ങൾ, സഹോദരിമാർ, ഈ ഇരുത്തം 2 മണിക്കൂർ അധികം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഇരുത്തം പടച്ചോനെ നീ വെറുതെ ആക്കല്ല റബ്ബേ. ഖബറിലൊക്കെ നീ സുഖം നൽകണം അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ മാ കാന സാലിഹൻ وأصلح لنا ما كان فاسدا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين بفضلك. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد والآل أهل البيت وسلم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ വന്ന ആദ്യം മുതൽ വന്ന ഉസ്താദക്കന്മാരും അതിനുശേഷമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഈ മഹലിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു. വെള്ളം പോലും കുടിക്കാതെ ഒരുപക്ഷെ ഇന്ന് ബിരിയാണി കൊടുക്കുന്നവർക്ക് കഞ്ഞിവെള്ളം 2 നേരം വീതിച്ചു കൊടുത്തുകൊണ്ട് അവർ ഇവിടെ നിന്നു, ത്യാഗം സഹിച്ചു, വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. അവർക്ക് നമ്മൾ തന്നെ നന്ദി. അവർ